ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ചെയ്തത്. 6 മണിക്കൂറിന് ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ്. അത് കഴിഞ്ഞതായി ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇറാനും ഇസ്രയേലും ആ കരാറുകൾ അംഗീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അശ്വജിത് സി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വജിത്ത്, ആദ്യം ട്രംപിന്റെ പോസ്റ്റ് വന്നപ്പോഴും ഇറാന്റെയും ഇസ്രയേലിന്റെയും ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരുന്നില്ല. ഇപ്പോൾ 2 രാജ്യങ്ങളും അംഗീകരിക്കുകയാണ്, വെടിനിർത്തൽ വരികയാണ്. ആശ്വാസകരമായ വാർത്ത. കഴിഞ്ഞ 12 ദിവസം പശ്ചിമേഷ്യ മുൾമുനയിലായിരുന്നു, ഒരു അശാന്തിയുടെ ദിവസങ്ങളിലായിരുന്നു. അതിനെല്ലാം ഇപ്പോൾ ഈ നിമിഷത്തിൽ അവസാനമായിരിക്കുന്നു. ഇസ്രായേലും ഇറാനും പരസ്പരം ഈ വെടിനിർത്തൽ ധാരണ ഒപ്പുവിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ കഴിഞ്ഞ 12 ദിവസവും ലോകം ആഗ്രഹിച്ച നിമിഷം കൂടിയാണിത്. ഒരുപാട് മനുഷ്യരുടെ അല്ലെങ്കിൽ നിരപരാധികളായ ഒരുപാട് പേരുടെ, ഇരു രാജ്യങ്ങളിലുമായി ഇസ്രായേലിലും ഇറാനിലുമായി നിരപരാധികളായ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ ഈ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. നേരത്തെ അല്പം മുമ്പ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പേ തന്നെ അമേരിക്കയുടെ ഈ ഒരു പ്രപ്പോസലിനോട് ഇറാൻ സ്ഥിരീകരിച്ചതായ ഒരു കൺഫർമേഷൻ വന്നിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി ഇസ്രായേലും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് ഈ നിമിഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, എന്ന് ഇസ്രായേൽ ഈ അറ്റാക്ക് നിർത്തുന്നോ അന്ന് ഞങ്ങളും നിർത്താം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്, ഇവർ ഈ 2 രാജ്യങ്ങളെയും തമ്മിലെത്തിയിരിക്കുന്ന ധാരണ എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതായത് ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തിയോ? അതായിരുന്നല്ലോ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവശ്യം. ആ ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തിയോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ അശ്വജിത്ത്? ആര്യ, നമുക്ക് ഒരുപക്ഷെ അത്തരത്തിലേക്ക് ഒരു പൂർണ്ണമായൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്ന് വേണം പറയാൻ. ഈ ഡീലോ അല്ലെങ്കിൽ ഈ വെടിനിർത്തലിന്റെ പരിപൂർണമായ ധാരണ എന്ത്, അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് വെച്ച ഉപാധികൾ എന്ത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രതികരണം ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചാൽ, അതായത് ഇസ്രായേൽ ഹാസ് എലിമിനേറ്റഡ് ആൻഡ് ഇമ്മീഡിയറ്റ് ഡ്യുവൽ എക്സിസ്റ്റന്റ് ത്രെറ്റ്. അതായത് ഇപ്പോൾ വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിലും ഇസ്രായേൽ പറയുന്നത് തങ്ങൾ നേരിട്ട, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ നേരിടാനുള്ളതുമായ എല്ലാത്തരം ത്രെറ്റിനെയും അല്ലെങ്കിൽ എല്ലാത്തരം തടസ്സങ്ങളെയും ഭീഷണികളെയും തങ്ങൾ എലിമിനേറ്റ് ചെയ്തു. അതായത് തങ്ങൾ ഈ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ തങ്ങൾ തുടങ്ങിയ യുദ്ധത്തിന്റെ ഒരു റിസൾട്ട് തങ്ങൾക്കുണ്ട്. മടങ്ങി വരാം.